ഹായ് ഹലോ നമസ്കാരം. മല്ലു മലയാളി കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചിപ്പുളിയാണ്. സദ്യയിലൊന്നും ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു വിഭവമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാനൊരു നാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളി എടുത്തിരിക്കുന്നത്. അത് ചൂടുവെള്ളത്തിലിട്ടിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ നന്നായിട്ട് അതിൻ്റെ പൾപ്പൊക്കെ ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. കൈ കൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ചാറ് കറക്റ്റ് നല്ല ഇതിൽ കിട്ടും. അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെയാവും. നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു 1/4 കപ്പ് ഇഞ്ചി എടുത്തിരിക്കുന്നത്. ചെറുതായി അരിഞ്ഞ ഇഞ്ചി എടുത്തിരിക്കുന്നത്. ഇഞ്ചിപ്പുളിക്ക് എപ്പോഴും ചെറുതായി അരിയുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഞാനൊരു 6-7 ചെറിയുള്ളി സ്ലൈസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 പച്ചമുളക് റൗണ്ടായിട്ട് കട്ട് ചെയ്തത് അതും കൂടി എടുക്കുന്നുണ്ട്. ഇത്രയും മതിയാവും. നാടൻ ഫീലിന് വേണ്ടി ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഏതാ നിങ്ങളുടെ അവൈലബിൾ ഉള്ളത് അത് നോക്കിയിട്ട് എടുക്കാം. ഞാനതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കടുക് അതിട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായി ഒന്ന് പൊട്ടി വരട്ടെ. ഓക്കെ, ഇതിലേക്ക് 1 ടീസ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം ഉഴുന്നുപരിപ്പ്, വെള്ള ഉഴുന്നുപരിപ്പാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 വറ്റൽമുളക് പൊട്ടിച്ചത് അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ എല്ലാം കളറൊന്ന് മാറി വരുന്ന വരയ്ക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതാണോ, ഏകദേശം നല്ലപോലെ കളർ റെഡിയായി മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളി കട്ട് ചെയ്ത് അതിട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇഞ്ചിയും പച്ചമുളകും നമ്മുടെ ചെറിയ ഉള്ളി എല്ലാത്തിൻ്റെയും കളറൊന്ന് മാറി വരുന്നവർക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് വാടി നല്ല കളറൊന്ന് മാറി വരട്ടെ. ഇത്രയും ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളതാ, നല്ലപോലെ കളർ എല്ലാത്തിൻ്റെയും കളർ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും മതിയാവും. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണോളം കായപ്പൊടി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നും കൂടി ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്ന വരയ്ക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. കായത്തിൻ്റെയൊക്കെ മണം നല്ല മണമാണ്. ശരി, ഇത്രയും മതി. ഇനി അവസാനമായിട്ട് നമുക്ക് ഈ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. നേരത്തെ പിഴിഞ്ഞ് വെച്ചാൽ പുളിവെള്ളം നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം കൂടുതലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. എന്തായാലും ഈ ഒരു അളവിനാകുമ്പോൾ കറക്റ്റ് ലെവലിലാണ്. ഇനി നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് വറ്റിച്ചെടുക്കാം. കറക്റ്റ് ലെവലായിരിക്കും കേട്ടോ. ആയിട്ടുണ്ട്. ഇതിലേക്ക് ശർക്കര നമുക്ക് ചേർക്കാം. വെല്ലമാണ്, 1/2 മുറി വെല്ലമാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത്. അത് ഇങ്ങനെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതാണ്ടോ, ഏകദേശം വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റ് പരുവായിട്ടുണ്ട്. ഇതാണ്ടോ, ഓക്കെ ആണത്. അപ്പോൾ നമ്മുടെ ഇഞ്ചിപ്പുളി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പമല്ലേ ഇഞ്ചിപ്പുളി ഉണ്ടാക്കാൻ? ഓണമൊക്കെ വരെയല്ലേ. സദ്യ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഓണത്തിനുണ്ടാക്കുന്ന കറികളുടെ ലിസ്റ്റ് ഞാനിവിടെ പ്ലേലിസ്റ്റിൽ ഞാൻ കൊടുത്തേക്കാം. അതൊന്ന് കണ്ടു നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതുപോലുള്ള ഈസി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്